പുര നിറഞ്ഞ് നിൽക്കുകയാണ്. ആരും കല്യാണം കഴിച്ചിട്ടില്ല. നമ്മൾ അഞ്ഞൂറാൻ സിനിമയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരൊറ്റ ആളെ കല്യാണം കഴിച്ചിട്ടില്ല എന്നല്ല, കഴിപ്പിക്കില്ല ഈ അമ്മ. അമ്മയുടെ പേടിയാണ് ഈ മക്കളെ ആനും കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മരുമക്കൾ കയറി വരുമല്ലോ. മരുമക്കൾ കയറി വന്നു കഴിഞ്ഞാൽ ഈ അമ്മ എന്താ കരുതുന്നത്? പിന്നെ മരുമക്കളുടെ ഭരണമായി, സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പറ്റില്ല, അവരുടെ സ്നേഹം തിരിച്ചു കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ അമ്മ മക്കളെ പ്രേരിപ്പിക്കുന്നില്ല. അവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് ഈ തള്ള സത്യത്തിൽ ഇതിനിപ്പോൾ ഒരു 80 വയസ്സ് പ്രായമായി എന്നുള്ളതാണ്. 80 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇത്തിരി പക്വത അതിൻ്റെ വേണ്ടേ? ആൺമക്കൾ വളർന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു യുവാപ്രായം എത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ ദൗത്യം എന്താണ്? അമ്മ തീർച്ചയായിട്ടും ആൺമക്കളെ നിർബന്ധിക്കണം, കല്യാണം കഴിക്കാൻ നിർബന്ധിക്കണം. ചിലപ്പോൾ ആൺകുട്ടികൾ ആ ഒരു രസത്തിലിങ്ങനെ അവരുടെ കമ്പനി, അവരുടെ കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോരും. പ്രത്യേകിച്ച് ഒരു 30-32 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പിന്നെ കല്യാണത്തിന് അത്ര വലിയ ഒരു ഇനീഷ്യേറ്റീവ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മമാരായിരിക്കണം നിർബന്ധിക്കണം. പ്രത്യേകിച്ച് അച്ഛൻ ഇല്ലാത്തൊരവസ്ഥ. ഇവിടെ അച്ഛനില്ലാത്തൊരു കുടുംബമാണ്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ആ ആൺമക്കളെ, 4 ആൺമക്കളുണ്ട്, 4 ആൺമക്കളെയും വളർത്തിക്കൊണ്ടുപോകുന്നത് ഈ അമ്മയാണ്. ഇപ്പോൾ മൂത്തവന് 43 വയസ്സ്, രണ്ടാമത്തവന് 40 വയസ്സ്, മൂന്നാമത്തവന് 35 വയസ്സ്, നാലാമത്തവന് 32 വയസ്സ്. മക്കൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലേച്ചെങ്കിൽ എന്താ സംഭവിക്കുക? ആ കുടുംബത്തിൽ അവരുടെ വംശം തന്നെ അറ്റുപോകുന്നുള്ള ഒരു വശം. മാത്രമല്ല അവർക്ക് ഭാര്യമാരുണ്ടാവില്ല, അവർക്ക് ഒരു സന്തോഷം കിട്ടില്ല. ഈ അമ്മ എന്നും ഉണ്ടാവുമോ? അപ്പോൾ ഇവിടെ ഈ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് മക്കളെ കല്യാണം കഴിപ്പിക്കാതെ നിൽക്കുക. എന്നാൽ മക്കളാണെങ്കിൽ തനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരു താല്പര്യം എക്സ്പ്രസ് ചെയ്യുകയില്ല, പ്രകടിപ്പിക്കില്ല എന്നുള്ളത്. അവർക്ക് പേടിയാണ് അമ്മയോട് പറയാൻ. മാത്രമല്ല അമ്മയ്ക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്നാണ് മക്കളുടെ അഭിപ്രായം. അപ്പം അങ്ങനത്തെ ഒരു കുടുംബം, ഒരു 500 കുടുംബം എന്നൊക്കെ പറയാം. 500 എന്നല്ല പറയുക, 500 അമ്മ, 500 അമ്മായി, എന്തൊക്കെ വിളിച്ചാലും കുഴപ്പമില്ല. എന്തായാലും ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു നല്ല ഉത്തമമായിട്ടുള്ളൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരു പക്വതയായിട്ടുള്ളൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, മക്കളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ, കല്യാണപ്രായം എത്തിക്കഴിഞ്ഞാൽ ഇത്തിരി അവരെ നിർബന്ധിക്കണം, പ്രേരിപ്പിക്കണം സ്നേഹപൂർവ്വം അതാത് സമയങ്ങളിൽ. അല്ലെങ്കിൽ കാലം തെറ്റിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ അവരൊട്ട് സമ്മതിക്കൂല, പെണ്ണിനെ കെട്ടൂല, കുടുംബം അതോടുകൂടി തകർന്നു പോകുന്നുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്.